ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീസ് PSC വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ വരാൻ പോകുന്ന കമ്പനി ബോർഡ്, വെബ്കോ, VFA എന്നൊക്കെയുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നൽകുന്നത്. 2025 കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിച്ചു വന്നിരുന്നത്. ഓക്കെ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ് വരെയുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് സെപ്റ്റംബർ മാസത്തെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോയാലോ? ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ അപ്പോൾ സെപ്റ്റംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു പുരസ്കാരമാണ്. എന്ത് പുരസ്കാരമാണ്? ആർദ്ര കേരള പുരസ്കാരം 2023-24. ആർദ്ര കേരള പുരസ്കാരം 2023-24 കിട്ടിയത് മികച്ച ജില്ലാ പഞ്ചായത്ത് ആയത് ഏതാണ്? ഇടുക്കിയാണ്. ഇടുക്കി മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള ആർദ്ര കേരള പുരസ്കാരം 2023-24 2025 അത് പ്രഖ്യാപിച്ചത് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ അത് പ്രാധാന്യമുള്ളത്. അപ്പൊ ജില്ലാ പഞ്ചായത്ത് ഇടുക്കിയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പള്ളുരുത്തിയാണ്. പള്ളുരുത്തി എവിടെയാ? എറണാകുളം ജില്ലയാണ് കേട്ടോ. ഗ്രാമപഞ്ചായത്ത് വെള്ളിനേഴി. വെള്ളിനേഴി പാലക്കാടാണ്. വെള്ളിനേഴി എവിടെയാണ്? പാലക്കാടാണ്. കോർപ്പറേഷൻ തിരുവനന്തപുരമാണ്. മുനിസിപ്പാലിറ്റി ഗുരുവായൂരാണ്. അപ്പോൾ ആർദ്ര കേരള പുരസ്കാരം മികച്ച ജില്ലാ പഞ്ചായത്ത് ഇടുക്കി, ബ്ലോക്ക് പഞ്ചായത്ത് പള്ളുരുത്തി, ഗ്രാമപഞ്ചായത്ത് വെള്ളിനേഴി, കോർപ്പറേഷൻ തിരുവനന്തപുരം, ദെൻ മുനിസിപ്പാലിറ്റി ഗുരുവായൂർ. കിട്ടിയല്ലോ. അടുത്ത നോക്കിക്കേ, അടുത്തത് ഒരു പുരസ്കാരമാണ് 2024 വയോസേവന പുരസ്കാരം. 2024 വയോസേവന പുരസ്കാരം ആർക്കാ കിട്ടിയത്? രണ്ട് വ്യക്തികൾക്കാ കിട്ടിയത്. നമ്മുടെ ചലച്ചിത്ര നടിയായിട്ടുള്ള ഷീലയ്ക്കും കിട്ടി, PK മേദിനിക്കും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 2024 വയോസേവന പുരസ്കാരം 25 കൊടുത്തു. ആർക്കാണ് കിട്ടിയത്? ഷീലയ്ക്കും കിട്ടി, PK മേദിനിക്കും കിട്ടി എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പഞ്ചായത്തില് മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള വയോസേവന പുരസ്കാരം ലഭിക്കുന്നത് ആർക്കാണ്? അത് ആർക്കാണെന്നല്ല, ഏത് ജില്ലയ്ക്കാണ്? കാസർഗോഡ് ജില്ലയാണ്. ദെൻ ബ്ലോക്ക് പഞ്ചായത്ത് മാനന്തവാടിയാണ്. ഗ്രാമപഞ്ചായത്ത് ആയത് ഒളവണ്ണയാണ്. കോർപ്പറേഷൻ കൊച്ചിയാണ്. മുനിസിപ്പാലിറ്റി നെടുമങ്ങാടാണ്. അപ്പോ ജില്ലാ പഞ്ചായത്ത് കാസർഗോഡ്, ബ്ലോക്ക് പഞ്ചായത്ത് മാനന്തവാടി, ഗ്രാമപഞ്ചായത്ത് ഒളവണ്ണ, കോർപ്പറേഷൻ കൊച്ചി, മുനിസിപ്പാലിറ്റി നെടുമങ്ങാട്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, 2025 സ്വദേശി സമ്മാൻ പുരസ്കാരം കിട്ടിയ സ്ഥാപനം ഏതാണ്? 2025 സ്വദേശി സമ്മാൻ പുരസ്കാരം ലഭിച്ചത് നമ്മുടെ KSFക്കാണ്. KSFക്കാണ് 2025 സ്വദേശി സമ്മാൻ പുരസ്കാരം ലഭിക്കുന്നത്. ഓക്കെ, അടുത്തത് രമൺ മാഗ്സസെ 2025. രമൺ മാഗ്സസെ പുരസ്കാരം 2025 നേടിയ സംഘടന ഇമ്പോർട്ടന്റ് ആണ്. ഏതാണ്? ഓൾറെഡി ചോദിച്ചതാണിത്. ഫൗണ്ടേഷൻ ടു എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി എന്ന സംഘടനയ്ക്കാണ് 2025 രമൺ മാഗ്സസെ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഏതാണ് സംഘടന? ഫൗണ്ടേഷൻ ടു എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി. ഇനി രണ്ട് വ്യക്തികൾക്കും ലഭിച്ചിട്ടുണ്ട് രമൺ മാഗ്സസെ പുരസ്കാരം. രണ്ട് വ്യക്തികൾക്കും കൂടെ ലഭിച്ചിട്ടുണ്ട്. ആ വ്യക്തികളുടെ പേരെന്താ? ഷാഹിന അലി, ഫ്ലാവിയാനോ അന്റോണിയോ വില്ലനുവ. ഓക്കെ, ഇതൊരു പുരോഹിതനാണ് കേട്ടോ. ഇദ്ദേഹം ഒരു പുരോഹിതനാണ്. അപ്പൊ ഷാഹിന അലിക്കും ഫ്ലാവിയാനോ അന്റോണിയോ വില്ലനുവയ്ക്കാണ് എന്ത് കിട്ടിയത്? 2025 രമൺ മാഗ്സസെ പുരസ്കാരം കിട്ടിയത്. സംഘടന ഏതാണ്? ഫൗണ്ടേഷൻ ടു എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അടുത്ത 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി. നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തിട്ടുണ്ട്. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാവായത് വിയ്യപുരം ചുണ്ടനാണ്. കൈനകരി ബോട്ട് ക്ലബ്ബാണ് തുഴഞ്ഞത് കേട്ടോ. കൈനകരി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ വിയ്യപുരം ചുണ്ടനാണ് ജേതാക്കളായത്. സെക്കൻഡ്, അതായത് രണ്ടാമത്തെ സ്ഥാനം കിട്ടിയത് നടുഭാഗം ചുണ്ടനും, മൂന്നാം സ്ഥാനം മേൽപ്പാടം ചുണ്ടനുമാണ്. ഓക്കെ, അപ്പൊ 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് 2025 നടന്നത്. ജേതാക്കളായത് വിയ്യപുരം ചുണ്ടൻ, സെക്കൻഡ് നടുഭാഗം ചുണ്ടൻ, തേർഡ് മേൽപ്പാലം ചുണ്ടൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചു ഈ 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നം എന്തായിരുന്നു? കളിവള്ളം തുഴയുന്ന കാക്ക തമ്പുരാട്ടിയാണ് അല്ലെ. അതായത് കാത്തു എന്ന കാക്ക തമ്പുരാട്ടിയാണ്, കളിവെള്ളം തുഴയുന്ന കാക്കത്തമ്പുരാട്ടിയാണ് 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ നെഹ്റു ട്രോഫി നടക്കുന്നത് എവിടെയാന്ന് നിങ്ങൾക്ക് അറിയാം. എവിടെയാണ്? പുന്നമട കായലിലാണ് അല്ലെ. നെഹ്റു ട്രോഫി നടക്കുന്നത് പുന്നമട കായലിലാണ്. അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത് നോക്കിക്കേ, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ട തുരങ്കപാത ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള ഇരട്ട തുരങ്കപാത അതിന്റെ പണിയിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി പാതയാണ്. ഓക്കെ, അപ്പൊ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി പാതയാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ട തുരങ്കപാത എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നോക്കിയേ, അടുത്തിടെ വികസിപ്പിച്ചെടുത്ത പുതിയ കിഴങ്ങ് ഇനമാണ് ഇത് ഡയോസ്കോറിയ ബാലകൃഷ്ണനി എന്ന് പറയുന്നത്. അടുത്തിടെ വികസിപ്പിച്ച കിഴങ്ങിനം ഏതാണ്? ഡയോസ്കോറിയ ബാലകൃഷ്ണനി. ഇതെന്ന് പറയുന്നത് കിഴങ്ങ് ഇനമാണ്.
35 വർഷങ്ങൾക്ക് ശേഷം തുറന്ന ശാരദാ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? 35 വർഷങ്ങൾക്ക് ശേഷം തുറന്ന ശാരദാ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലെ ബുദ്ഗാമിലാണ്. ഓക്കെ, ജമ്മു ആൻഡ് കാശ്മീരിലെ ബുദ്ഗാമിലാണ് 35 വർഷങ്ങൾക്ക് ശേഷം തുറന്ന ശാരദാ ഭഗവതി ക്ഷേത്രം. അതിന്റെ പ്രത്യേകത എന്താണ്? 35 വർഷങ്ങൾക്ക് ശേഷമാണ് തുറക്കുന്നത്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബുദ്ഗാമിലാണ്. ഓക്കെ, രാജ്യത്തെ ആദ്യത്തെ മൊബൈൽ ടൈം പാഡ് ഗ്ലാസ് നിർമ്മാണശാല നിലവിൽ വന്നത് എവിടെയാണ്? നോയിഡ. രാജ്യത്തെ ആദ്യത്തെ മൊബൈൽ ടൈം പാഡ് ഗ്ലാസ് നിർമ്മാണശാല നിലവിൽ വന്നത് എവിടെയാണ്? നോയിഡയിലാണ്. ഓക്കെ, അടുത്തത് 2025 ഡച്ച് ഗ്രാൻഡ് പ്രിക്സിൽ ജേതാവായത് ആരാണ്? 2025 ഡച്ച് ഗ്രാൻഡ് പ്രിക്സിൽ ജേതാവായത് ഓസ്കാർ പിയാസ്ട്രി ആണ്. ആരാണ്? ഓസ്കാർ പിയാസ്ട്രി ആണ്. 2025 ഡച്ച് ഗ്രാൻഡ് പ്രിക്സിൽ ജേതാവായത് ഓസ്കാർ പിയാസ്ട്രി ആണ്. അടുത്തത് 2025 വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ സഖ്യത്തെ നയിക്കുന്നത് ആരാണ്? 2025 വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ സഖ്യത്തെ നയിക്കുന്നത് നീരജ് ചോപ്രയാണ്. നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുള്ള നീരജ് ചോപ്രയാണ് 2025 വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലുള്ള ഇന്ത്യൻ സഖ്യത്തെ നയിക്കുന്നത്. ഓക്കെ അല്ലെ? അടുത്ത നോക്കിയേ, കേരളത്തിൽ നിന്ന് ആദ്യമായി ഉഗാണ്ടയിലേക്ക് കയറ്റുമതി ചെയ്ത കുരുമുളക് ഇനങ്ങൾ ഏതൊക്കെയാണ്? കരിമുണ്ട, പന്നിയൂർ വൺ. പന്നിയൂർ വൺ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലെ, എന്താണ് കുരുമുളകാണെന്നുള്ളത് അറിയാം. അപ്പൊ അതിന്റെ കൂടെ കരിമുണ്ടയും കൂടെ ഓർത്ത് വെച്ചേക്കുക. അപ്പൊ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഉഗാണ്ടയിലേക്ക് കയറ്റുമതി ചെയ്ത കുരുമുളക് ഇനങ്ങൾ ഏതൊക്കെയാണ്? കരിമുണ്ടയും പന്നിയൂർ വണ്ണുമാണ്. അടുത്തത്, ആദിവാസി ഭാഷകൾ വിവർത്തനം ചെയ്യാൻ ഗവൺമെന്റ് ഒരുക്കുന്ന ഭാഷാ വിവർത്തന ആപ്ലിക്കേഷന്റെ പേര്. അതാണ് ആദിവാണി. ആദിവാസികളുടെ അല്ലേ, അപ്പൊ വാണി എന്ന് പറഞ്ഞ വാക്ക്, അപ്പൊ ആദിവാണി കണക്ട് ചെയ്ത് വെച്ചേക്കുക. ആദിവാസി ഭാഷകൾ വിവർത്തനം ചെയ്യാൻ ഗവൺമെന്റ് ഒരുക്കുന്ന ഭാഷാ വിവർത്തന ആപ്ലിക്കേഷന്റെ പേരാണ് ആദിവാണി. ഓക്കെ, അടുത്തത് 216 മണിക്കൂറുകൾ തുടർച്ചയായി ഭരതനാട്യം എന്ന നൃത്തരൂപം അവതരിപ്പിച്ചുകൊണ്ട് വേൾഡ് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ കലാകാരി ആരാണ്? വിദുഷി വി ദീക്ഷയാണ്. എന്താണ്? 216 മണിക്കൂറുകൾ തുടർച്ചയായി ഭരതനാട്യം അവതരിപ്പിച്ചുകൊണ്ട് വേൾഡ് ഓഫ് റെക്കോർഡ്സ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ കലാകാരി ആരാന്ന് ചോദിച്ചാല് ആരാണ്? വിദുഷി വി ദീക്ഷയാണ്. ഓർത്ത് വെച്ചേക്കുക, ആരാണ്? വിദുഷി വി ദീക്ഷയാണ്. ഓക്കെ അല്ലെ? ആദ്യം പോലെ ഒന്നുകൂടെ നോക്കാം. അതാണ് നമ്മൾ പറഞ്ഞത്. ആർദ്ര കേരള പുരസ്കാരം 2023-24 മികച്ച ജില്ലാ പഞ്ചായത്ത് ഇടുക്കി, ബ്ലോക്ക് പഞ്ചായത്ത് പള്ളുരുത്തി, ഗ്രാമപഞ്ചായത്ത് വെള്ളിനേഴി, കോർപ്പറേഷൻ തിരുവനന്തപുരം, മുനിസിപ്പാലിറ്റി ഗുരുവായൂർ. 2024 വയോസേവന പുരസ്കാരം ഷീലയ്ക്കും കിട്ടി, പി കെ മേദിനിക്കും കിട്ടി. അതിന് ജില്ലാ പഞ്ചായത്ത് കാസർഗോഡാണ്, ബ്ലോക്ക് പഞ്ചായത്ത് മാനന്തവാടിയാണ്, ഗ്രാമപഞ്ചായത്ത് ഒളവണ്ണയാണ്, കോർപ്പറേഷൻ കൊച്ചിയാണ്, മുനിസിപ്പാലിറ്റി നെടുമങ്ങാടാണ്. ഓക്കെ അല്ലെ? 2025 സ്വദേശി സമ്മാൻ പുരസ്കാരം ലഭിച്ചത് KSF ആണെന്ന് ഓർക്കുക. രമൺ മാഗ്സസെ പുരസ്കാരം 2025 ലഭിച്ച സംഘടന ഏതാന്ന് ചോദിച്ചാൽ ഫൗണ്ടേഷൻ ടു എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി എന്ന സംഘടനയ്ക്കാണ് ലഭിച്ചത്. വ്യക്തികൾ ആരൊക്കെയാന്ന് ചോദിച്ചാൽ, ആർക്കൊക്കെയാണ് കിട്ടിയെന്ന് ചോദിച്ചാൽ ഷാഹിന അലിക്കും കിട്ടി, ഫ്ലാവിയാനോ അന്റോണിയോ ലുവിലേക്കും കിട്ടി. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളായത് വിയപുരം ചുണ്ടനാണ്, സെക്കൻഡ് നടുഭാഗം ചുണ്ടനാണ്, തേർഡ് മേൽപ്പാടം ചുണ്ടനാണ്. ഓക്കെ, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ട തുരങ്കപാതയാണ് ആനക്കാമുഴൽ കള്ളാടി മേപ്പാടിപ്പാത. ഓക്കെ, ഈ ഡയോസ്കോറിയ ബാലകൃഷ്ണൻ എന്താണ്? കിഴങ്ങ് വിള ഇനമാണ്. അതായത് അടുത്തിടെ വികസിപ്പിച്ചെടുത്ത പുതിയ കിഴങ്ങ് വിളയാണ് ഡയോസ്കോറിയ ബാലകൃഷ്ണൻ എന്ന് പറയുന്നത്. 35 വർഷങ്ങൾക്ക് ശേഷം തുറന്ന ശാരദാ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലെ ബുദ്ഗാമിലാണ്. രാജ്യത്തെ ആദ്യത്തെ മൊബൈൽ ടൈം പാഡ് ഗ്ലാസ് നിർമ്മാണശാല നോയിഡയിലാണ് സ്ഥിതി ചെയ്യുന്നത്, നിലവിൽ വരുന്നത്. 2025 ഡച്ച് ഗ്രാൻഡ് പ്രിക്സിൽ ജേതാവായത് ഓസ്കാർ പിയാസ്ട്രി ആണ്. 2025 വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലുള്ള ഇന്ത്യൻ സഖ്യത്തെ നയിക്കുന്നത് നീരജ് ചോപ്രയാണ്. കേരളത്തിൽ നിന്ന് ആദ്യമായി ഉഗാണ്ടയിലേക്ക് കയറ്റുമതി ചെയ്ത കുരുമുളക് ഇനങ്ങളാണ് കരിമുണ്ടയും പന്നിയൂർ വണ്ണും. ആദിവാസി ഭാഷകൾ വിവർത്തനം ചെയ്യാൻ ഗവൺമെന്റ് ഒരുക്കുന്ന ഭാഷാ വിവർത്തന ആപ്ലിക്കേഷൻ ഏതാണ്? ആദിവാണിയാണ്. 216 മണിക്കൂറുകൾ തുടർച്ചയായി ഭരതനാട്യം അവതരിപ്പിച്ചുകൊണ്ട് വേൾഡ് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ കലാകാരി ആരാണ്? വിദുഷി വി ദീക്ഷയാണ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. കറണ്ട് അഫയേഴ്സിന്റെ പ്രാധാന്യം ഇനി വരുന്ന പരീക്ഷകളിൽ അത് മനസ്സിലാക്കി തന്നെ നിങ്ങൾ എല്ലാവരും കറണ്ട് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. അപ്പോൾ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.